തോട്ട്സ് ഓഫ് അറിയാമെന്ന് ചെയ്യുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വീടിനുള്ളിൽ ഇങ്ങനെ ഭയങ്കര ടെൻഷനും ഒറ്റപ്പെടലും അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. പലരും അത് പുറത്ത് പറയുന്നില്ല എന്നേ ഉള്ളൂ. സ്വന്തം വീട്ടിലുള്ളവരോട് പോലും അത് തുറന്നു പറയാതെ ഉള്ളിലിങ്ങനെ വളരെ ടെൻഷനും ഒറ്റപ്പെടലും ഒക്കെ ഫീൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ചില സമയത്തൊക്കെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, എന്തിനാണ് ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങനെ എനിക്ക് വളരെ ഒറ്റപ്പെടലൊക്കെ എനിക്ക് വളരെ മാനസികമായിട്ട് ഭയങ്കര അതെന്നെ തളർത്തിയിട്ടുണ്ട്, ഭയങ്കര ഫീലായിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. പെട്ടെന്ന് ഞാനതിലൊക്കെ പെട്ടെന്നങ്ങ് ഡൗണായിട്ട് ആരോടും കൂടുതൽ സംസാരിക്കത്തില്ല, ആരോടും അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിട്ടു. ഞാൻ അതിൽ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ കടന്നു വന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല. എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇങ്ങനെ ഇരുന്നാൽ എന്തായിത്തീരും, വലിയ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തന്നെ അത് ഫീൽ ചെയ്ത സമയത്ത് അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, എനിക്കൊരു കഴിവില്ലേ, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ സമയം എങ്ങനെ ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുത്ത് ഞാനെങ്ങനെ സമയം കളയും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊന്നും ഒരു കഴിവും ഇല്ലാതെ അല്ല നമ്മൾ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമുക്കെല്ലാവർക്കും ഓരോ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. നമ്മൾ ആദ്യം നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കണം എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വരുന്ന സമയത്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ വളരെ വളരെ മാനസികമായിട്ട് വളരെ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യും, എന്താണ് എനിക്ക് പ്രത്യേകിച്ചുള്ളൊരു കഴിവ്, എങ്ങനെ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. പലരും ഇന്നും നേരിടുന്ന ഒരു കാര്യമാണ് അത്, ഈ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. എങ്ങനെ അല്ലേ, എങ്ങനെ എന്നുള്ളൊരു ആ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കിലാണ് പലരും ഇന്ന് നിൽക്കുന്നത്. എങ്ങനെ മുന്നോട്ട്, എങ്ങനെ എന്ന് അങ്ങനെ കടന്നു പോകാത്തതായിട്ടുള്ള ആരും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഭൂരിഭാഗം ആൾക്കാരും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ളവരാണ് അല്ലേ. അതിനെ ഓവർകം ചെയ്തവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുള്ളതും അങ്ങനെയുള്ളവരാണ്. ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ ഓവർകം ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കും അങ്ങനെ തോന്നി. അപ്പം ഞാൻ തോന്നി, ഒന്ന് സ്റ്റിച്ചിങ് പഠിച്ചാലോ, തയ്യലൊക്കെ ഒന്ന് പഠിച്ചു നോക്കിയാലോ എന്നൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ തയ്ക്കാൻ എനിക്ക് കഴിവുണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ തയ്ച്ചിട്ടുമില്ല, തയ്ച്ച് നോക്കിയിട്ടില്ല, ഒന്നുമില്ല. എന്തെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ നമ്മളത് തയ്യൽക്കടയിൽ കൊണ്ടുപോയി കൊടുക്കും, തയ്ക്കാൻ അറിയാവുന്നവരുടെ കൊടുക്കും, വാങ്ങിക്കും. ഇല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സുകൾ വാങ്ങിക്കും. അതൊന്ന് ഷേപ്പ് ചെയ്യാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് നോക്കാം എന്നുള്ളൊരു എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നപ്പോഴത്തേന് ഞാൻ ഒരു
തയ്യൽ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ അവിടെ ആദ്യമേ ചെന്ന് പറഞ്ഞത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, അറിയത്തില്ല, തയ്ക്കാൻ പോലും എനിക്കൊന്നും അറിയത്തില്ല, എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല എന്നിങ്ങനെ ഞാൻ എന്നെ പഠിപ്പിക്കുന്ന ആ ചേച്ചിയുടെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ സാരമില്ല, നമുക്ക് നോക്കാം എന്ന് ഇങ്ങനെ ആ ചേച്ചി എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഞാനിങ്ങനെ അപ്പോഴാണ് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഞാനതിങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്നെല്ലാം ചെയ്യാൻ പറ്റി. പെട്ടെന്ന് ഞാനത് തയ്ക്കാനായിട്ട് പഠിച്ചു. ആദ്യം ഞാൻ മോൾക്കൊരു ഫ്രോക്ക് തയ്ച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ ഫ്രോക്കൊക്കെ തയ്ച്ചു. അങ്ങനെ എനിക്കുള്ള ഡ്രസ്സുകളൊക്കെ ഇപ്പം ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. മോൾക്കുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കുന്നത്. യൂണിഫോമൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പോൾ തയ്ക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, എനിക്കിത് അറിയില്ല, എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല, എനിക്കറിയില്ല, തയ്യലെന്ന് പറയുന്ന പരിപാടി എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്നാണ് ഞാൻ അത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അല്ല, എനിക്കതിനെ പറ്റും എന്നുള്ളത് ഞാൻ അതിലേക്കൊന്ന് ഇറങ്ങി തിരിച്ചൊന്ന് നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പം എനിക്ക് കുറേ ടെൻഷനിൽ നിന്നൊക്കെ ഇങ്ങനെ ടെൻഷനൊക്കെ കുറഞ്ഞ് വന്നു. ആ ഒരു ഭയങ്കര ഒരു സന്തോഷവും ഒക്കെ എനിക്ക് വന്നു. അല്ലേ, നമ്മളൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഈ ഒറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരോടും ചിലപ്പം ഒന്ന് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ലായിരിക്കാം. ആരോടാണ് ഒന്നൊന്ന് ഓപ്പണായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുന്നത്? ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കേൾക്കുമോ, അല്ലെങ്കിൽ കളിയാക്കുമോ, ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഞാനങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട് ആണ്. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഇതിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായപ്പോഴാണ് ഞാനിങ്ങനെ പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞതുപോലെ ഞാനിങ്ങനെ തയ്യൽ പഠിക്കുന്നതും. ഇപ്പം ഞാൻ അത്യാവശ്യം തയ്ക്കുകയൊക്കെ ചെയ്യും. അതിൽ നിന്ന് ചെറിയൊരു വരുമാനമൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ടെൻഷനൊക്കെ മാറ്റാൻ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൽ ചിലർക്ക് ഈ ചെറിയ കൃഷിയൊക്കെ ചെയ്യാനായിട്ടൊക്കെ വലിയ ഇഷ്ടമായിരിക്കാം. അപ്പം നമുക്ക് അങ്ങനെയാണ് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ട് ഇങ്ങനെ ചെറിയൊരു പച്ചക്കറി തോട്ടം പോലെയൊക്കെ ചെറിയ രീതിയിലൊക്കെ നമ്മൾ അതിലോട്ടൊന്ന് ശ്രദ്ധ കൊടുത്ത് നോക്കിക്കേ. നമ്മളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള തോന്നലൊക്കെ ഒന്നും നമുക്ക് അന്നേരത്തിന് നമ്മൾ നമുക്ക് തന്നെ അങ്ങ് മാറിപ്പോകും. നമ്മുടെ കാര്യമുണ്ട് നമുക്ക് നോക്കാനായിട്ട്. നമ്മൾ ചെയ്യുന്ന കൃഷിയാണോ, നമ്മളൊരു തക്കാളി നട്ടു, അല്ലെങ്കിൽ ഒരു പച്ചമുളക് നട്ടു, ഒരു ചീര നട്ടു, ചീര മുളച്ചു വന്നു, അയ്യോ അത് നോക്കണം, അതിന് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ദിവസവും നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചു വരുമ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മളുടെ ഒന്നും ടെൻഷനും ആകാൻ പോലുള്ള സമയം നമുക്ക് ഇല്ല. അങ്ങനെ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ഇങ്ങനെയുള്ള മാനസികമായിട്ടുള്ള ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് പുറത്തു വരാനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അങ്ങനെ പിന്നെ ചിലരെ സംബന്ധിച്ച് ഈ ചെടികളൊക്കെ ഗാർഡനിങ് ചെടികളൊക്കെ നടാനായിട്ട് വലിയ ഇഷ്ടമായിരിക്കും. പുതിയ അതങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടം അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തണം. നമ്മളെപ്പോഴും ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് നമ്മൾ ഇരിക്കരുത്. കാരണം അങ്ങനെയുള്ളൊരു സമയം നമ്മൾ എടുക്കരുത്. നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ തന്നെയാണ് നമ്മൾ ബിസി ആവണം. ഇപ്പോൾ ഒരു ചെടികളൊക്കെ നട്ടു, അത് ചെടികളുടെ കമ്പ് മുറിച്ച് വിടണം, പിന്നെ പുതിയ ചെടികൾ വെക്കണം. അങ്ങനെ തന്നെ നമ്മളിപ്പം കൃഷി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് നമ്മൾ ഓരോന്നോരോന്ന് നട്ട് വയ്ക്കണം. പുതിയ വിത്ത് കിട്ടി അത് നടണം. ഇങ്ങനെ നമ്മൾ അവിടെ എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ ബിസി ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ തന്നെ നമുക്ക് ആ ടെൻഷനിൽ നിന്നൊക്കെ പുറത്ത് വരാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെ ഓവർകം ചെയ്തു വന്നൊരു ആളായതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരമാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ടെൻഷനൊക്കെ മാറി സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മുടെ ടെൻഷൻ മാറാൻ നമ്മൾ തന്നെ വിചാരിക്കുക നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് നമ്മളുണ്ട്. അപ്പം നമ്മളെങ്ങനെ ഒറ്റയ്ക്കാവുന്നത്?
എന്ന് നമുക്ക് നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്കിതിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഈ ടെൻഷനൊന്നും ഇല്ലാതെ അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി പുതിയ ഓരോ വിഷയങ്ങളുമായിട്ട് നമുക്ക് സംസാരിക്കാം, കാണാം.